CC മുകുന്ദൻ, നാട്ടികയിലെ സിറ്റിംഗ് MLA CC മുകുന്ദൻ അവിടെ BJP ഓഫീസിലേക്ക് എത്തിയിരിക്കുന്നു. BJP പ്രാഥമിക അംഗത്വം എടുത്ത് BJP സ്ഥാനാർത്ഥി, നാട്ടികയിലെ BJP സ്ഥാനാർത്ഥിയെ മത്സരിക്കും CC മുകുന്ദൻ എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. AN രാധാകൃഷ്ണൻ അടക്കമുള്ളവർ, AN രാധാകൃഷ്ണൻ B ഗോപാലകൃഷ്ണൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ്, അങ്ങനെ BJPയുടെ പ്രധാനപ്പെട്ട സംസ്ഥാന നേതൃത്വം, തൃശൂർ ജില്ലാ സെക്രട്ടറി അടക്കമുള്ളവർ അവിടെയുണ്ട്. പ്രാഥമിക അംഗത്വം കൊടുക്കുന്നത് AN രാധാകൃഷ്ണൻ ആണോ എന്നറിയില്ല. എന്തായാലും നേരത്തെ കോൺഗ്രസ് CC മുകുന്ദനെ പിന്തുണയ്ക്കില്ല എന്നറിയിച്ചതിന് പിന്നാലെ CC മുകുന്ദൻ വളരെ പെട്ടെന്ന് BJP ചർച്ച നടത്തി. BJP അംഗത്വമെടുത്ത് BJPക്കാരനായി BJP സ്ഥാനാർത്ഥിയെ മത്സരിക്കുകയാണ്. ശ്രീകുമാർ വിവരങ്ങളുമായി ചെയ്യുന്നു. ശ്രീത്ത്, രാഷ്ട്രീയം പ്യുവർലി അവസരങ്ങളുടെ കല മാത്രമാണ്, അതിൽ പ്രത്യയശാസ്ത്രത്തിന് വലിയ പ്രസക്തി ഇക്കാലത്ത് ഒട്ടുമേ ഇല്ല. അപ്പോൾ നാട്ടികയിൽ CPIയുടെ സിറ്റിംഗ് MLA അവിടെ മത്സരിക്കും, പക്ഷേ BJP പ്രവർത്തകനായി, BJP നേതാവായി, BJP സ്ഥാനാർത്ഥിയായി. ശ്രീജിത്ത്, തീർച്ചയായും ഹാഷ്മി ഒരു കലയാണ് ഇക്കാലത്തെ രാഷ്ട്രീയത്തിൽ. CC മുകുന്ദൻ BJPയിലേക്ക് എത്തിയിരിക്കുന്നു. ഇന്ന് രാവിലെയാണ് കോൺഗ്രസിന്റെ പിന്തുണ തേടാൻ CC മുകുന്ദൻ കൊണ്ടുപിടിച്ച് പരിശ്രമിച്ചതാണ്, പക്ഷേ അത് സാധ്യമായില്ല. അവിടെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്താൻ UDF തീരുമാനിച്ചു. അതിന് പിന്നാലെയാണ് അപ്പോൾ സ്ഥാനാർത്ഥി നിർത്താൻ UDF തീരുമാനിക്കുന്നതിന് കാരണമായി അപ്പോൾ പറഞ്ഞിരുന്നത് ഒരു സ്ട്രാറ്റജി എന്നുള്ള നിലയ്ക്കായിരുന്നു. അതായത് CC മുകുന്ദൻ മത്സരിച്ചാൽ ഇടത് വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്യും, അതുവരെ UDF സ്ഥാനാർത്ഥി ജയിക്കാം എന്ന ഒരു ഐഡിയ എന്ന ഒരു സ്ട്രാറ്റജി എന്ന നിലയ്ക്കാണ് പറഞ്ഞു കേട്ടത്. പക്ഷേ CC മുകുന്ദന് പിന്തുണ കൊടുക്കുന്നതിൽ അവിടെ പ്രാദേശിക നേതൃത്വത്തിൽ വലിയ വിമർശനം ഉണ്ടായതിനെ തുടർന്നുകൂടിയായിരുന്നു ആ തീരുമാനം. വളരെ പെട്ടെന്ന് CC മുകുന്ദൻ BJP ക്യാമ്പുകളുമായി ആശയവിനിമയം നടത്തുകയും BJPക്കാരനായി BJP ഓഫീസിലേക്ക് എത്തി പ്രാഥമിക അംഗത്വം എടുത്ത് CPIയുടെ സിറ്റിംഗ് MLA BJPയുടെ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നു. വിസ്മയമാണ്, പലതരത്തിൽ പല വിസ്മയങ്ങൾ കാണുന്ന കൂട്ടത്തിൽ ഏറ്റവും ഒടുവിൽ കേരളം കാണുന്ന രാഷ്ട്രീയ ചൂടുമാറ്റം, രാഷ്ട്രീയ മലക്കമർച്ചിൽ, രാഷ്ട്രീയ ചേരുമാറ്റ വിസ്മയം. നാട്ടികയിൽ CC മുകുന്ദൻ മിക്കവാറും BJP സ്ഥാനാർത്ഥിയാകും. ശ്രീകുമാരൻ ചേരുന്നു. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് രാഷ്ട്രീയമെന്നാൽ അവസരങ്ങളുടെ ഒന്നാം തരം കലയാണെന്നുള്ളതാണ്. ആ കലയിൽ നല്ല പ്രാവീണ്യമുള്ള ആളാണ് താൻ എന്ന് CC മുകുന്ദൻ കൂടി തെളിയിക്കുന്നു. ശ്രീജിത്ത്, തീർച്ചയായും അല്പസമയത്തിനകം തന്നെ വാർത്താ സമ്മേളനം നടക്കുകയാണ്. ആ വാർത്താ സമ്മേളനം അല്പസമയത്തിനകം തന്നെ നടക്കും. CC മുകുന്ദനൊപ്പം BJPയുടെ നേതാവായ AN രാധാകൃഷ്ണൻ, അതുപോലെ തന്നെ KK അനീഷ് കുമാർ അടക്കമുള്ള ആളുകൾ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. മുകുന്ദന് മുന്നിൽ മറ്റു മാർഗങ്ങളൊന്നുമില്ല. കാരണം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായ രീതിയിൽ മറ്റ് രാഷ്ട്രീയ മാർഗങ്ങളില്ല, അല്ലെങ്കിൽ രാഷ്ട്രീയ വനവാസത്തിലേക്ക് പോകണം. അത് ഒരിക്കലും മാർഗങ്ങളൊന്നുമില്ല. നാട്ടികയിൽ BJPക്ക് തീരെ ദുർബലമല്ല നാട്ടികയിൽ BJPക്ക് അത്യാവശ്യം വോട്ടുള്ള സ്ഥലം കൂടിയാണ് നാട്ടിക. അവിടെ CC മുകുന്ദന്റെ പ്രതിച്ഛായ കൂടി ചേർത്ത ഒരു വിജയത്തിലേക്ക്, അപ്രതീക്ഷിതമായ ഒരു വിജയത്തിലേക്കൊക്കെ എത്തിച്ചേരാമെന്ന് BJP പ്രതീക്ഷിക്കുന്നുണ്ടോ എന്നറിയില്ല. എന്തായാലും CC മുകുന്ദന് മുന്നിൽ മറ്റു വഴികളുണ്ടായിരുന്നില്ല. ഗീതാ ഗോപി അവിടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിന് പിന്നീട് അത് പേയ്മെന്റ് സീറ്റാണ്. നവകേരള യാത്രയ്ക്ക് എത്ര 68 ലക്ഷം രൂപ ചോദിച്ചു, അത് കൊടുക്കാൻ പറ്റിയില്ല, എൻ്റെ പണമില്ല എന്നൊക്കെ പറഞ്ഞ് വലിയ കലാപക്കൊടി ഉയർത്തി CPIയിൽ നിന്ന് രാജിവെച്ച് CPIയിൽ രാജിവെച്ചോ എന്തോ. എന്തായാലും അവിടെ കലാപക്കൊടി ഉയർത്തി വിമതനായി മത്സരിക്കാൻ തീരുമാനിച്ചു. സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് ആദ്യം തന്നെ ഫസ്റ്റ് ദിവസം തന്നെ പ്രഖ്യാപിച്ചു. ആ പ്രഖ്യാപനം ഒരുപക്ഷേ കോൺഗ്രസ് തന്നെ പിന്തുണയ്ക്കും എന്ന ഈ PD സതീശൻ പറയുന്ന വിസ്മയത്തിന്റെ ഗണത്തിൽ തന്നെയും ഉൾപ്പെടുത്തും. കോൺഗ്രസ് തന്നെ പിന്തുണയ്ക്കും എന്ന പ്രതീക്ഷയിലാവണം CC മുകുന്ദൻ ആ പ്രഖ്യാപനം നടത്തിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.